മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമ്മൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷെ ആ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ലോ നമ്പർ 7 ഓഫ് 48 ലോസ് ഓഫ് പവർ. ഗെറ്റ് അതേഴ്സ് ടു ഡു ദി വർക്ക് ആൻഡ് ഓൾവേസ് ടേക്ക് ദി ക്രെഡിറ്റ്. ഈ ബുക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ ഓദറിനെ തല്ലാൻ തോന്നിയൊരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമ്മൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷെ ആ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കുള്ളത് ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന്റെ ക്രെഡിറ്റ് മറ്റാരെങ്കിലും കൊണ്ടുപോകുക. അത് വലിയൊരു സംഭവം ആവണമെന്നില്ല, പക്ഷെ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ ക്രെഡിറ്റ് വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് യോഗ്യതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ തട്ടിയെടുത്തിട്ടുണ്ടാവും. അങ്ങനെ തട്ടിയെടുക്കാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു ലോ ആണ് ഈ 7th ലോ. അപ്പൊ ഈ ചാപ്റ്റർ മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓതർ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് മനസ്സിലാക്കേണ്ട നീഡ് എന്താണ്, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്സും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. അത് ഇതിന്റെ പരിധിയിൽ പെടും. അപ്പൊ എന്താണ് മറ്റൊരാൾ ചെയ്തിട്ടും നമുക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നു, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ക്രെഡിറ്റും മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഇതൊരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോട്ട് മൈ ഡ്യൂട്ടി ടു അഡ്വൈസ് യു.